ഹായ് ഹലോ. അപ്പോൾ സാന്ത്വനം ഹെൽത്ത് ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ പാരൻറ്റിങ് എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു മക്കളുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് പാരൻസിൻ്റെ റോള് വളരെ വലുതാണല്ലേ. അതിൽ പ്രത്യേകിച്ച് അമ്മയുടെ റോളെന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഒരു പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയല്ല. അമ്മയ്ക്കാവുമ്പോൾ മക്കളുടെ എല്ലാ കാര്യങ്ങളും ബലഹീനതകളും അവരെ ചില സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളും എല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കുട്ടികളുടെ മുഖം മാറിയിരിക്കുമ്പോൾ തന്നെ അമ്മമാർക്ക് അറിയാം എന്തോ വിഷമമുണ്ടെന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ വർക്കിംഗ് വിമൺ ആയിട്ടുള്ളവർക്ക് കൂടുതലും അമ്മമാരുടെ ശ്രദ്ധ കിട്ടാതെ വരുമ്പോൾ അവർ കൂടുതലും അവരുടെ കരിയറിൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള സമയം കിട്ടാതെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കുട്ടികൾ മിടുക്കരായിട്ട് വരണമെങ്കിൽ നമ്മുടെ ടൈമാണ് പ്രധാനം. നമുക്ക് അവരുമായിട്ടുള്ള സ്പെൻഡ് ചെയ്യുന്ന ടൈം ഒരു പ്രൈം ടൈം കൊടുക്കുക. ചില അമ്മമാരുണ്ട് ഇപ്പോൾ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ക്ഷീണിച്ച്, അത് സ്വാഭാവികമായിട്ട് അങ്ങനെ വരും. നമുക്ക് ശരീരക്ഷീണം ഉണ്ടാവും, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ പിന്നെ നമ്മൾ ചെന്നിട്ട് നോക്കണം, നമുക്ക് അതിൻ്റെ തിരക്കാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒന്നുകിൽ ഈ വീട്ടു ജോലിയൊക്കെ ചെയ്യാൻ ഒരു ആൾട്ടർനേറ്റീവ് ആരുടെയും സഹായം അല്ലെങ്കിൽ ഒരാളെ ജോലിക്ക് വെക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിന് പകരം ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ടൈം അങ്ങനെ നമ്മുടെ ഹൗസ് ഹോൾഡ് വർക്ക്സിനകത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ കുട്ടികളുടെ കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ കേട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ആത്മഹത്യ ചെയ്യുകയാണ്. ഒരു ടീനേജൊക്കെ കഴിയുമ്പോൾ ഒരു നിസ്സാര കാര്യം മതി പിള്ളേർ അപ്സെറ്റ് ആവുന്നു, ഭയങ്കര സെൻസിറ്റീവായിട്ട് അവർ തളർന്നു പോകുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊക്കെ ആ ഒരു ഏജിൽ നമ്മൾ ആത്മഹത്യ എന്താണെന്ന് പോലും അറിയില്ല അല്ലേ. നമ്മുടെ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ ഉള്ളതെന്ന് ചിന്തിച്ച് നോക്കിയാൽ സ്കൂളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിതൊക്കെ കേൾക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 8ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾ തന്നെ ആത്മഹത്യ ചെയ്യുന്നത്, അതും എങ്ങനെയാണ് നിസ്സാര കാര്യങ്ങൾക്കാണ് സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടെൻഡൻസി കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറുതിലേ തന്നെ നമ്മൾ ഓവറായിട്ടുള്ള ലാളന പല കാര്യങ്ങളും അവർക്ക് കേൾക്കുമ്പോൾ കിട്ടും എന്നുള്ളൊരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ അമ്മ ഈ സാധനം വീട്ടിൽ കൊണ്ട് തരും, അല്ലെങ്കിൽ അച്ഛൻ ഇത് വാങ്ങിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ നമ്മളൊന്ന് പിണങ്ങിയാൽ അവരെ കൊണ്ട് അവരെങ്ങനെയെങ്കിലും കടമെടുത്തെങ്കിൽ ഇതൊക്കെ ചെയ്തു തരും എന്നൊരിക്കലും കുട്ടികൾക്ക് തോന്നാൻ പാടില്ല. നമ്മൾ അതിൻ്റെ ഇത് മനസ്സിലാക്കി നല്ലപോലെ കർശനമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്ട്രിക്റ്റായിട്ട് തന്നെ കുട്ടികളെ കൊണ്ടുപോകണം. അതിന് നോ തന്നെ പറയണം, പറ്റില്ല, അത് വാങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിപ്പോൾ നടക്കത്തില്ല എന്ന് തന്നെ പറയണം. കുഞ്ഞിലേ നമ്മൾ അതിന് കിടന്ന ഒരു ലാളന, അമിതമായിട്ടുള്ള ഒരു വാത്സല്യം. പല പാരൻസും പറയും എനിക്ക് കുട്ടിയിലെ ഇതൊന്നും കിട്ടിയില്ല, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു, അപ്പോൾ എനിക്ക് കിട്ടാത്ത എല്ലാ സൗഭാഗ്യവും മക്കൾക്ക് കിട്ടണം. ദയവേത് നിങ്ങൾ ആ ഒരു രീതിയിലുള്ള ഒരു അമിതമായിട്ടുള്ള ലാളന കുട്ടികൾക്ക് കൊടുക്കരുത്. അതൊന്ന് ദോഷമേ ചെയ്യുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളിൽ ഇപ്പോൾ ചില കുട്ടികൾ കമ്പയർ ചെയ്ത് പറയും സ്കൂളിൽ ഫ്രണ്ട്സ് അവരുടെ കയ്യിൽ ഇന്ന സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ ഇന്ന പോലെയുള്ള വേഷങ്ങളാണ് ഇട്ടുകൊണ്ട് വരുന്നത്, നമുക്ക് അങ്ങനെയുള്ള നല്ലതൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ ബാഗൊക്കെ പഴയതാണ് ഇപ്പോഴും കൊണ്ടുപോകുന്നത്, അതൊക്കെ മാറ്റിത്തരണം, എല്ലാ വർഷവും പുതിയത് തന്നെ കിട്ടണം. ഇങ്ങനെയൊക്കെ ആരാണ് ആ ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നത്? സത്യത്തിൽ അത് പാരൻസ് അല്ലേ. പാരൻസ് തന്നെയാണ് അങ്ങനെയുള്ള ഒരു ടെൻഡൻസി കുട്ടികളിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ചെറുതിലേ നമ്മൾ അങ്ങനെ എല്ലാം സാധിച്ചു കൊടുത്ത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധനം അവരെ കൺമുന്നിൽ എത്തിച്ച് ആ വിഷമം അറിയാതെ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ അത് അവർക്ക് ദോഷം ചെയ്യും. പിന്നീട് ഒരു സമയത്ത് അവരുടെ ഓവർ എക്സ്പെക്റ്റേഷൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരാം. അപ്പോൾ പലരും പറയും പിന്നെ എന്തിനാണ് നമ്മൾ സമ്പാദിക്കുന്നതല്ലേ. ഇതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമുക്കിപ്പോൾ വേഷവിധാനത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്കില്ലാത്ത മറ്റുള്ളവരെ പ്രിട്ടൻഡ് കാണിക്കാൻ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഒരു ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഡ്രസ്സ് ചെയ്ത് നല്ലതായിട്ട് നടക്കുക, അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഹെയറൊക്കെ സ്റ്റൈലായിട്ട് കട്ട് ചെയ്ത്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കുഞ്ഞു കുട്ടിയിലെ തന്നെ കുട്ടികളിൽ അമിതമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു പ്രകടനങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും എൻകറേജ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ജീവിതം മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല. ഇപ്പോൾ ഒരാൾ നല്ലൊരു പുതിയ കാറ് വാങ്ങി എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിവില്ല, നമ്മൾ ലോൺ എടുത്ത് അത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ കാറ് ഏത് തന്നെ ആയിരുന്നാലും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും അതൊന്നും മാറ്റം വരാൻ പോകുന്നില്ലല്ലോ. നമ്മൾ അതിൻ്റെ എക്സ്പെൻസും ഒക്കെ ഒരുപോലെയല്ലേ. ഇപ്പോൾ നമുക്ക് നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ടുള്ള അത്യാവശ്യങ്ങളല്ലാത്ത അമിതമായിട്ടുള്ള ആഡംബരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടെൻഡൻസി കുട്ടികളിലും അത് ദോഷം ചെയ്യും, കുട്ടികളുടെ ഭാവിക്ക് നല്ലതല്ല. അപ്പോൾ നമ്മൾ മിതമായിട്ടുള്ള സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞാണ് പാരൻസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും ആ ഒരു ലെവലിൽ അവരും ചിന്തിക്കും. അവർക്കും മനസ്സിലാവും നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ്, അത് നോ പറഞ്ഞാൽ ഇനി അത് കിട്ടത്തില്ല. ആ കാര്യങ്ങൾ അതിജീവിച്ച് അത് ഉൾക്കൊണ്ട് തന്നെ അവർ വരണം. അപ്പോൾ ഒരിക്കലും എൻ്റെ മക്കൾ വിഷമം സഹിക്കത്തില്ല, അവർ കരഞ്ഞു പോയാൽ തളർന്നു പോവും, അവരെ ഞാൻ സങ്കടപ്പെടുത്തില്ല എന്ന് ചെയ്യുന്നത് പലപ്പോഴും കുട്ടികളെ വേറൊരു രീതിയിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് മാത്രമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയുള്ളൂ. ഇത് സെയിം ടൈം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ കാര്യങ്ങളെല്ലാം കേൾക്കുക, അവരെ ഒരുപാട് നെഗറ്റീവായിട്ട് ഇപ്പോൾ പഠിക്കാൻ നമ്മളിപ്പോൾ മാർക്ക് കിട്ടിയില്ല എന്ന് മാത്രം ചിന്തിക്കരുത്.
ഇപ്പോൾ ഏറ്റവും അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിച്ച് നോക്ക്. പലപ്പോഴും അവരുടെ ജീവിതമൊക്കെ പരാജയപ്പെട്ടതായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഏറ്റവും ടോപ്പർ ആയവരാണ് ജീവിതത്തിൽ എല്ലാം സാധിക്കുന്നതെന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ വിരളമായിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. പഠിക്കണം, ഒരു സൗണ്ട് നോളേജ് വേണം, സബ്ജക്റ്റ് അവർ മനസ്സിലാക്കണം, എങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്, അതൊക്കെ ശരിയാണ്. പക്ഷേ അക്കാഡമിക് ടോപ്പർ ആവാൻ വേണ്ടി മാത്രമുള്ള ഒരു യന്ത്രമായിട്ട് കുട്ടികളെ മാറ്റരുത്. അവർക്ക് നല്ല വാല്യൂസ് ഉണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾ കള്ളം പറയുന്നുണ്ടോ, അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് കള്ളം പറയുന്നോ തിരിച്ച്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ അവർ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കൊച്ചുങ്ങൾ കള്ളമൊക്കെ പറയും കുട്ടികൾ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരൊരിക്കലും ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല ഒരു മനുഷ്യനായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെ ഒരു ദുഷ്പേരുണ്ടാക്കാത്ത രീതിയിൽ അവർ വളർന്നു വരുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു മെച്യൂരിറ്റി കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക എന്നുള്ളതല്ലാതെ എപ്പോഴും ഫസ്റ്റ് മാർക്ക് എടുത്ത് ഏറ്റവും ടോപ്പായിട്ട് പഠിച്ച് വന്നാൽ മാത്രമാണ് കുട്ടികൾ മിടുക്കരാകുന്നതെന്നൊക്കെ പലർക്കും പല മാതാപിതാക്കൾക്കും ഒന്ന് ഭയങ്കര ടെൻഷനാണ്. മാർക്ക് കുറഞ്ഞു പോയി, അക്കാഡമിക്സ് മോശമാണ്, അല്ലെങ്കിൽ അവർക്ക് കോൺഫിഡൻസ്, അതൊന്നും നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. നല്ല വാല്യൂസ്, മോറൽ സൈഡ് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിന് പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ കൂട്ടുകുടുംബത്തിൽ ജീവിച്ചിരുന്നു, അപ്പൂപ്പൻ അമ്മൂമ്മമാരൊക്കെ കൂടെ ഉണ്ട്. അവരൊക്കെ വായിക്കുന്നവരാണെങ്കിൽ അവർ പല സ്റ്റോറീസും നല്ല മോറൽ സ്റ്റോറീസ് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ. ഹരിചന്ദ്രൻ്റെയും ശ്രീരാമൻ്റെയും കഥ എന്നൊക്കെ പറയുന്നത് ഹിന്ദുക്കളുടെ അല്ല, ക്രിസ്ത്യൻസിനാണെങ്കിൽ അവർക്കും അതുപോലെ ഉണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ പറയാൻ, നല്ല കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോറീസ് എന്ന് വെച്ചാൽ അത് ഒരു വെറും കഥയാണ്, കെട്ടുകഥയാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്.